രാമായണത്തിലെ മാരീച വേഷത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളെ മോഹിപ്പിച്ചു കളയാം എന്നു കരുതരുതെന്ന് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ മുഖ്യമന്ത്രി പരിഹസിച്ചു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചാരണാർത്ഥം ഇരിഞ്ഞാലക്കുട നഗരസഭാ മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബറിന് താങ്ങുവില ഏർപ്പെടുത്തുന്നതിന് BJP, കോൺഗ്രസ് സർക്കാരുകൾ എതിർത്തത് ടയർ കമ്പനികൾക്ക് വേണ്ടിയായിരുന്നെന്നും കേരളത്തിൽ ഒരു സീറ്റ് പോലും രണ്ടാം സ്ഥാനത്ത് BJP എത്തില്ലെന്നും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം കേരളത്തിൽ വില പോകില്ലെന്നും നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനങ്ങളാണ് കേരളത്തിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്ത് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കേരള സംസ്ഥാനം ഉള്ളത്. ആ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താം എന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം പരിഹാസ്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി R. ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രകാശ് ബാബു, മന്ത്രി K. രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, MLA KK രാമചന്ദ്രൻ, LJD ജില്ലാ പ്രസിഡന്റ് യൂജിൻ മോറോലി, KP രാജേന്ദ്രൻ, MK കണ്ണൻ, K. ശ്രീകുമാർ, TK സുധീഷ് എന്നിവർ സംസാരിച്ചു. വാഗ്ദാനം നൽകിയത് ഈ കേരളത്തെ ഞങ്ങൾ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനമാണ്. അത് നല്ല രസകരമായ വാഗ്ദാനമാണ്. ഇന്നുള്ള കേരളം നമ്മുടെ രാജ്യത്തും ലോകത്തും വലിയ തോതിൽ യശസ് നേടിയ ഒരു സംസ്ഥാനം എന്ന നിലക്കാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനവുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ലോകത്ത് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം നിൽക്കുന്നത്. ആ കേരളത്തെ നിങ്ങൾ ഏത് തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് പറയുന്നത്? UPയുടെ തലത്തിലേക്ക് ഉയർത്തുമെന്നാണോ? എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ. ആ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ പരിഹാസ്യമായ ഒരു വാദം അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണെങ്കിലും ആ ഒരു കേൾക്കുന്നവർക്ക് ശരിയാണ് പറഞ്ഞത് എന്ന് തോന്നണ്ടേ? ഇതാണോ തോന്നുന്നത്? എന്താ ഇങ്ങനെ പറഞ്ഞത് എന്നല്ലേ ആലോചന? അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പണ്ട് അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ മാരീചനില്ലേ, ആ മാരീച വേഷത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ അങ്ങ് മോഹിപ്പിച്ചു കളയുക എന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാം മനസ്സിലാക്കാൻ പ്രായോഗികതയാണ് കേൾക്കുന്നത്. അത് കൂടുതൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യൂ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നാം കാണേണ്ടത്, ഞാൻ ആ ഭാഗങ്ങൾ ഇന്നിവിടെ പറഞ്ഞിട്ടില്ല, നമ്മുടെ രാജ്യം തകർത്തുകൊണ്ടിരിക്കുന്ന നിലപാട് BJPയുടെ ഭാഗത്തുള്ളതുകൊണ്ട് തന്നെ BJP വിരുദ്ധ നിലപാട് പൊതുവിൽ ജനങ്ങളിലുണ്ട്. എന്നാൽ അതോടൊപ്പം BJPയും ഇവിടുന്ന് ജയിച്ചു പോയ 18 അംഗ സംഘം, അതാണ് UDFന്റെ ലോക്സഭാ മെമ്പർമാർ. ആ 18 അംഗ സംഘത്തിൻ്റെ പ്രവർത്തനം പരിശോധിച്ചാൽ ഈ ഒരു ഘട്ടത്തിലും കേരളത്തിന് വേണ്ടി അവർ ശബ്ദം ഉയർത്തിയിട്ടില്ല. എല്ലാ ഘട്ടത്തിലും കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചത്.